ശില്പശാല. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കൗതുകം നിറച്ച കളമ്പാട്ട് ശില്പശാല അരങ്ങേറിയത്. സംഹാരം എന്നുള്ളൊരു തത്വമാണ്. ഏതൊരു ജീവജാലത്തിനും ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടാവും അല്ലേ? അപ്പൊ ആ മരണത്തിനെയാണ് കളം പരിപൂർണമായി ഇതിൻ്റെ അനുഷ്ഠാന ചടങ്ങുകൾ കഴിഞ്ഞാൽ നമ്മൾ കളം മായ്ച്ചു കളയാറുണ്ട്. അപ്പോൾ ഈ കളം മായ്ക്കുന്നത് സംഹാരം എന്നുള്ളൊരു തത്വമാണ്. ഏതൊരു ജീവജാലത്തിനും ജനിച്ചാൽ മരണമുണ്ട് എന്നതിൻ്റെ പ്രധാന തെളിവ് കൂടിയാണ് ഈ ഒരു അനുഷ്ഠാന കല. ഇതാണ് കളമ്പാട്ടിൻ്റെ 3 പ്രധാനമായിട്ടുള്ള തത്വങ്ങൾ. ഇനി ഇതിൻ്റെ ചടങ്ങുകളെ കുറിച്ച് പറയാം. ഇതിൽ നിങ്ങൾ ഈ കളമ്പാട്ട് കണ്ട കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈയൊന്നിക്കൂ. എന്താ, നിങ്ങളൊന്നും ആരും കണ്ടിട്ടില്ല? ആരും കണ്ടിട്ടില്ല. എന്നാൽ ഇത് കഴിയുന്നതോടുകൂടി എല്ലാ കുട്ടികളും കളമ്പാട്ട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമെന്ന് പറയണം. കാരണം ഇങ്ങനെയുള്ള അനുഷ്ഠാന കലകളാണ് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം അന്യമായിക്കൊണ്ടിരിക്കുന്ന കലകളെ പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് അറിയാനും കാണാനും മനസ്സിലാക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ട് അർത്ഥമാക്കുന്നത്. തിരുവില്ലാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിലാണ് കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചത്. കടന്നമണ്ണ ശ്രീനിവാസനാണ് വരയിലൂടെയും വർണ്ണങ്ങളിലൂടെയും ഈ അനുഷ്ഠാന കലയെക്കുറിച്ച് കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയത്. പഞ്ചവർണ്ണ ദേവീകളവും കളംപാട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു പുതിയ അറിവായി. അനുഷ്ഠാന കലകൾ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടാണ് വിദ്യാർത്ഥികൾക്ക് ഈ അനുഷ്ഠാന കല പരിചയപ്പെടുത്തിയത്. പഞ്ചവർണ്ണങ്ങളുടെ നിർമ്മാണ രീതി, ലോഹസങ്കല്പങ്ങൾ എന്നിവ ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുന്ന പ്രഭാഷണവും ചേർന്ന ശില്പശാലയായിരുന്നു കടന്നമണ്ണ ശ്രീനിവാസൻ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത്. നന്ദുണി ഉപയോഗിച്ച് പാടിയ കളംപാട്ടും ഏറെ ശ്രദ്ധേയമായി. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജയശങ്കർ, പ്രധാന അധ്യാപിക ജയശ്രീ, വിദ്യാരംഗം സെക്രട്ടറി കുമാരി സുദർശന, സ്കൂൾ കൺവീനർ ടി പി ശ്രീദേവി തുടങ്ങിയവർ സംസാരിച്ചു.